എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വന്ദനം. മാധ്യമങ്ങൾ ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സത്യത്തിന്റെയും സന്ദേശങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ കത്തോലിക്ക സഭ ഇന്ന് 60ാമത് ആഗോള സാമൂഹിക സമ്പർക്ക മാധ്യമ ദിനം ആഘോഷിക്കുകയാണ്. മനുഷ്യ സ്വരങ്ങളെയും മുഖങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലിയോ പാപ്പയുടെ മാധ്യമ ദിന സന്ദേശം. ഈ സവിശേഷ ദിനത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന KCBC മാധ്യമ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നു പോകുന്ന ചവിട്ടുനാടക ഫെസ്റ്റിന്റെ സമാപന ദിനം കൂടിയാണിന്ന്. പരമ്പരാഗതമായ കലാരൂപങ്ങളും ആധുനിക മാധ്യമ സാധ്യതകളും കൈകോർക്കുന്ന ഈ സുദിനത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാധ്യമങ്ങളുടെ ശരിയായ വിനിയോഗത്തെക്കുറിച്ചും കലയിലൂടെയും സമ്പർക്കത്തിലൂടെയും സുവിശേഷ മൂല്യങ്ങൾ എങ്ങനെ സമൂഹത്തിൽ എത്തിക്കാം എന്നതിനെക്കുറിച്ചും ചിന്തിക്കുവാനും പങ്കുവെക്കുവാനുമായി നമ്മൾ ഒത്തുചേരുന്ന ഈ ഔദ്യോഗിക മീറ്റിംഗിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ആദ്യം ഈശ്വര പ്രാർത്ഥന. ബഹുമാനപ്പെട്ട സിസ്റ്റർ തെരേസയെ ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എൻ ഹൃദയേ വരണമേ പാവനാത്മാ, എൻ മാലിന്യം എല്ലാം നീ കഴുകണമേ. നിന്തിരു സ്നേഹത്താൽ എൻ ഹൃദയം പൂരിതമാക്കാൻ വരൂ നീ പരിശുദ്ധാ. എൻ ഹൃദയേ വരണമേ പാവനാത്മാ, അന്ധത നിറയുമെൻ ജീവിത പാതയിൽ വരദാനങ്ങൾ ചൊരിയണമേ നീ. ദിവ്യവര പൂർണ്ണനല്ലോ നീ, ദിവ്യവര പൂർണ്ണനല്ലോ നീ. നിവസിക്കൂ എന്നിൽ പരിശുദ്ധ, എൻ ഹൃദയേ വരണമേ പാവനാത്മാ. താങ്ക് യു സിസ്റ്റർ. ഏവർക്കും സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് പ്രസാദ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA TJ വിനോദ്, ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന ജിജോൺ ജോൺ പുത്തെഴുത്ത്, ഈ സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്ന KCBC മീഡിയ കമ്മീഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ എഡിസൺ സാർ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അച്ഛന്മാരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും ഒരു സുവർണകാലത്താണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. മനുഷ്യനൊരു പപ്പറ്റായി മാറുന്ന കാലത്ത് അവൻ്റെ യഥാർത്ഥ ശബ്ദവും മുഖവും സംരക്ഷിക്കുക എന്നത്. മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും അത്രമേൽ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മനുഷ്യൻ മാധ്യമങ്ങളുടെ യജമാനനാകുന്നതിന് പകരം അതിൻ്റെ കയ്യിലെ വെറും ഒരു പപ്പറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അൽഗോരിതങ്ങളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളും തീരുമാനിക്കുന്ന ഒരവസ്ഥ. ഇവിടെയാണ് മനുഷ്യൻ്റെ തനിമ നഷ്ടപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്,
മനുഷ്യൻ്റെ യഥാർത്ഥ ശബ്ദമാകുക. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഡിജിറ്റൽ ശബ്ദങ്ങൾക്കിടയിൽ സാധാരണക്കാരൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ശബ്ദം മുങ്ങിപ്പോകരുത്. കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന അജണ്ടകൾക്ക് പിന്നാലെ പോകാതെ മനുഷ്യൻ്റെ യഥാർത്ഥ വേദനകളും പ്രതീക്ഷകളും വിളിച്ചു പറയുന്ന ഒന്നാകണം മാധ്യമങ്ങൾ. മനുഷ്യനെ വെറുമൊരു കളിപ്പാവയാക്കാതെ അവൻ്റെ സ്വന്തം ശബ്ദം അവന് തിരികെ നൽകാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണം. മനുഷ്യൻ്റെ മുഖം സംരക്ഷിക്കുക. ഡിജിറ്റൽ ലോകത്തെ വ്യാജ പ്രൊഫൈലുകൾക്കും അപരത്വങ്ങൾക്കുമിടയിൽ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖവും ഭാവങ്ങളും പരസ്പരമുള്ള സ്നേഹവും നഷ്ടപ്പെടുന്നു. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ കൃത്രിമമായി ചമച്ചെടുക്കുന്ന മുഖങ്ങളും മറിച്ച് മനുഷ്യത്വമുള്ള പരസ്പരം തിരിച്ചറിയുന്ന മുഖങ്ങളാണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ്റെ അന്തസ്സും വ്യക്തിത്വവും കാത്തുസൂക്ഷിക്കുന്ന മാധ്യമ സംസ്കാരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. പ്രിയമുള്ളവരെ, മാധ്യമങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന പപ്പറ്റ് നൂലുകളാകരുത്, മറിച്ച് മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനും സംസാരിക്കാനുമുള്ള വേദിയാകണം. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിലും നമ്മുടെ മനുഷ്യത്വവും തനിമയും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യൻ്റെ ശബ്ദത്തിനും മുഖത്തിനും കാവലാളാകാൻ മാധ്യമങ്ങൾക്ക് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്കും സാധിക്കട്ടെ. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിവിടെ ചവിട്ടുനാടകം കാണാൻ വേണ്ടി വന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും. പക്ഷേ KCBC മീഡിയ കമ്മീഷൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണെന്ന് ആഗോള കത്തോലിക്ക സഭയുടെ 60ാമത് സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനമായിട്ട് ആചരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയിൽ ഇത് ദിവസമാണ്, മെയ് 17-ാം തീയതിയാണ്. അതായത് പെന്തക്കോസ്തേക്ക് മുൻപുള്ള ഞായറാഴ്ചയാണ് ആചരിക്കപ്പെടുന്നത്. ഈ ദിനത്തിലേക്ക് വേണ്ടിയാണ് ലിയോ പാപ്പ, എല്ലാ പാപ്പമാരും ഈ ജനുവരി മാസം ഇതിലേക്ക് വേണ്ടി ഒരു സന്ദേശം നൽകാറുണ്ട്. അത് ഈ വർഷത്തെ സന്ദേശം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ്, പ്രിസർവിങ് ഹ്യൂമൻ വോയിസസ് ആൻഡ് ഫേസസ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇന്നത്തെ ഈ ദിനം ഏറ്റവും മനോഹരമായിട്ട് ആചരിക്കേണ്ടത് KCBC മീഡിയ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഈ ചവിട്ടുനാടകത്തിന് തൊട്ട് മുൻപായിട്ട് അരമണിക്കൂർ, നമ്മൾ ജസ്റ്റ് അരമണിക്കൂർ മാത്രമാണ് ഈ മീറ്റിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നത്. എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്നിവിടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ ജേക്കബ് പ്രസാദ് അച്ഛനാണ്. ഇവിടുത്തെ സീനിയറായിട്ടുള്ള ഒരു അച്ഛനാണ്. POCയിൽ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്റർ ഓഫ് ദ ഡോക്യുമെൻറ്റ്സ്, ചർച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രാൻസ്ലേറ്ററും ജനറൽ എഡിറ്ററുമായിട്ട് സേവനം ചെയ്യുന്നു. ഇതിനേക്കാൾ ഉപരിയായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ സെയിൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി ഡയറക്ടറായിട്ട് സേവനം ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ POCയിൽ സേവനം അനുഷ്ഠിക്കുന്നത്. നമ്മുടെ പ്രത്യേകം ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് കടന്നു വന്ന ജേക്കബ് പ്രസാദച്ചന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഇതിൻ്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ് MLA സംബന്ധിച്ചിടത്തോളം. എന്നാലും ഈ ദിനം നമുക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത് എറണാകുളം മണ്ഡലത്തിലെ നമ്മുടെ വിനോദ് MLA ആണ്. അദ്ദേഹത്തെ എല്ലാവരുടെ നാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പോപ്പിൻ്റെ മെസ്സേജിനെ കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് മലയാള മനോരമയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായ ജിജോ ജോൺ പുത്തേഴത്ത് സാറാണ്. നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് കൃത്യസമയത്തിന് മുൻപ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന ജിജോ ജോൺ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ KCBC മീഡിയ കമ്മീഷൻ 3 സഭകളിൽ കൂടിയാണ്. സീറോ മലബാർ, ലത്തീൻ, മലങ്കര 3 സഭകളിൽ നിന്നുള്ള മെത്രാന്മാർ. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കൂരിയ മെത്രാനാണ്, ആൻ്റണി മാർ സിൽവാനോസ്. അദ്ദേഹം ഇന്ന് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചു. 2 പേര് വൈസ് ചെയർമാൻമാരായിട്ടുണ്ട്. കോട്ടപ്പുറം മെത്രാൻ അംബ്രോസ് പിതാവും താമരശ്ശേരി പിതാവ് റമീജിയസ് പിതാവും. 2 ചെയർമാൻമാരുണ്ട്. അതുപോലെ തന്നെ അസോസിയേറ്റ് മീഡിയ കമ്മീഷൻ സെക്രട്ടറിമാരുണ്ട്. സീറോ മലബാർ സഭയെ പ്രതിനിധാനം ചെയ്യുന്ന ടോമച്ചനും
ലത്തീൻ സഭയെ പ്രതിനിധാനം ചെയ്യുന്ന ജസ്റ്റിൻ അച്ഛനും അതുപോലെ തന്നെ മലങ്കര സഭയിൽ നിന്ന് സ്കോട്ട്സ് ലീവ് അച്ഛനുമുണ്ട്. അവരെല്ലാം വളരെ ദൂരത്തായതുകൊണ്ട് ആരും ഇവിടെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ മീഡിയ കമ്മീഷനിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ട് കുറച്ച് പേര് നമ്മോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഇന്നത്തെ യോഗത്തിന് നന്ദി പറയുന്ന എഡിസൺ സാറ്. വേറൊരാൾ ഇവിടെ ഷാജി ജോർജ് സാർ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഈ KCBC മീഡിയ കമ്മീഷനിൽ. അങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന കുറേയധികം പേര് നമ്മോടൊപ്പം ഈ മീഡിയ കമ്മീഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സമ്മേളനം നന്ദി പ്രകാശിപ്പിക്കുന്ന എഡിസൺ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് ഈ ചവിട്ട് നാടക ഫെസ്റ്റിൻ്റെ സമാപന ചടങ്ങിനുമായിട്ട് അത് നാടകം കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ മീഡിയ കമ്മീഷൻ ഏറ്റവും വലിയ ശക്തിയും പ്രോത്സാഹനവും എന്ന് പറയുന്നത്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിലാണ് മീഡിയ കമ്മീഷൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഈ 3 ദിവസം ചവിട്ട് നാടക ഫെസ്റ്റ് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര ആശങ്കയായിരുന്നു. ഈ ചവിട്ട് നാടകം കാണാനായിട്ട് ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാരണം ചവിട്ട് നാടകം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു നാടക രീതിയല്ല. അതിനോട് ഇഷ്ടം തോന്നി ആ കഥ മനസ്സിലാക്കി അതിൻ്റെ രീതി അനുസരിച്ച് കേൾക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ എനിക്ക് മനസ്സിലാകാറില്ല. എങ്കിലും ഈ ചവിട്ടാടത്തിൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് അതിനൊപ്പം പോകുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ആശങ്കയായിരുന്നു ആളുകളുണ്ടാകുമെന്നുള്ളത്. ഏതായാലും ഒരുപാട് പേര് 100-200ഓളം പേര് എല്ലാ ദിവസവും ചവിട്ടുനാടകം കാണാൻ വേണ്ടി വരുന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. 5 ദിവസത്തേക്കുള്ള വലിയൊരു കോമ്പറ്റീഷനാണ് നമ്മൾ വെച്ചിരുന്നത്. ആദ്യ വർഷം വേണ്ട കോമ്പറ്റീഷൻ ഞാൻ മാറ്റിയിട്ട് ഒരു ചവിട്ടുനാടക ഫെസ്റ്റിൻ്റെ 3 ദിവസത്തെ പ്രോഗ്രാമായിട്ട് ചുരുക്കിയതാണ്. ഇതിൽ അടുത്ത വർഷം വിപുലമായിട്ട് ഇതും ചവിട്ടുനാടകം മാത്രമല്ല മറ്റു പല കലാരൂപങ്ങളെയും ഇവിടെ നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. എല്ലാ മാസവും ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ളൊരു സംവിധാനമുണ്ട് നമുക്ക്. 2 മാസം നടത്തിയിട്ട് ആൾ കുറവായതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പ്രോത്സാഹനമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ കലാഭവനിലെ പ്രസാദ് സാറൊക്കെ നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് നമുക്ക് നിരന്തരമായിട്ട് മെസ്സേജുകളിട്ട് നമുക്ക് വേണ്ട ശക്തി പകർന്നു തരുന്ന ആളുകളുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ കടന്നു വന്ന് നമ്മുടെ എല്ലാ പരിപാടിയിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയാണ്. അവരെല്ലാവരെയും ഹൃദയപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് റവറൻഡ് ഡോക്ടർ ജേക്കബ് പ്രസാദ്, ജനറൽ എഡിറ്റർ ഓഫ് ട്രാൻസ്ലേറ്റർ ഓഫ് ചർച്ച് ഡോക്യുമെന്റ്സ് ആണ്. അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MLA TJ വിനോദ് സാർ, ഇന്നത്തെ ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ശ്രീ ജിജോ ജോൺ പുത്തേഴത്ത് സാർ, KCBC മീഡിയ കമ്മീഷൻ്റെ സെക്രട്ടറി സെബാസ്റ്റ്യൻ മിൽട്ടനച്ച, ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്ന എഡിസൺ സാർ, ഈ സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ഇന്ന് 60ാമത് മാധ്യമ ദിനമായിട്ട് ആചരിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സഭയുടെ ദൗത്യം എന്ന്. ഇന്ന് ലത്തീൻ സഭയിൽ സ്വർഗാരോഹണ തിരുനാളാണ്, കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. അടുത്ത ആഴ്ച പെന്തക്കോസ്ത തിരുനാളാണ്. പെന്തക്കോസ്ത തിരുനാളോടുകൂടി പെസഹ കാലം അവസാനിക്കും, ഉയർപ്പിനെ കുറിച്ചുള്ള സന്തോഷത്തിൽ ആയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെ വചനങ്ങൾ ആയിരുന്നു. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്, 19-ാമത്തെ വചനം. അവിടെ പറയുന്നത്, നിങ്ങൾ പോയി എല്ലാ മനുഷ്യരെയും ശിഷ്യപ്പെടുത്തുവിനെന്ന്, എല്ലാ മനുഷ്യരെയും സന്ദേശം അറിയിക്കുവിൻ എന്നുള്ളതാണ്. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പരിഭാഷപ്പെടുത്തുന്നത്. ലത്തീനിൽ അതിന് പറയും എൗന്തസ് ദൊച്ചേത്തെ, ഗോയിങ് ഔട്ട് ടീച്ച്, നിങ്ങൾ പോയി പഠിപ്പിക്കുവിനെന്ന്. ഗ്രീക്ക് ഭാഷയിൽ പൊറയുത്തെന്തസ് മാത്തെത്തൗസാത്തെ, ഗോയിങ് ഔട്ട് മേക്ക് ദം ഡിസൈപ്പിൾസ്. ഞാൻ റോമിൽ പഠിക്കുമ്പോൾ 2 യൂണിവേഴ്സിറ്റി, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ, ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരു ചാപ്പലുണ്ട്. ചാപ്പലിൻ്റെ പുറകുവശം സാങ്ച്വറിയിൽ എഴുതി വച്ചിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. പൊറയുത്തെന്തസ് മാത്തെത്തൗസാത്തെ,
ഗോ ഔട്ട് ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. മറ്റൊരു യൂണിവേഴ്സിറ്റി ഉർബനിയാന യൂണിവേഴ്സിറ്റി എന്ന് പറയും. ആ യൂണിവേഴ്സിറ്റിയുടെ വലിയ യൂണിവേഴ്സിറ്റിയുടെ പാരപ്പറ്റ് വാളിൽ മുകളിൽ എഴുതി വച്ചിരിക്കുന്നതിന് മുഴുവനായിട്ട് എഴുതിയിരിക്കുന്നത് എൗന്തസ് ദൊച്ചേത്തെ, ലത്തീൻ ഭാഷയിലുള്ള പരിഭാഷ, ഗോയിങ് ഔട്ട് ടീച്ച്. എന്താണ് പഠിപ്പിക്കേണ്ടത്? കമ്മ്യൂണിക്കേഷനാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, സദ്വാർത്ത അറിയിക്കുക എന്നത്. അതാണ് യേശു അവസാനമായി തൻ്റെ അപ്പോസ്തലന്മാർക്ക്, ശിഷ്യർക്ക് കൊടുത്ത ദൗത്യം, സദ്വാർത്ത അറിയിക്കുക എന്നുള്ളത്. സദ്വാർത്ത അറിയിക്കുന്നത് എന്താണ്? സദ്വാർത്ത ഇന്ന് ലിയോ 14 പാപ്പ നൽകിയിട്ടുള്ള ആ സന്ദേശത്തിൽ പറയുന്നത് എന്താണ്? സന്ദേശം പറയുന്നത് ഇങ്ങനെയാണ്: പ്രിസർവിങ് ഹ്യൂമൻ വോയിസസ് ആൻഡ് ഫേസസ്. അതായത് മനുഷ്യ ശബ്ദവും മുഖവും നിലനിർത്തുന്നത്. മനുഷ്യ ശബ്ദവും മുഖവും എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കേൾക്കാൻ സാധിക്കും. അവൻ ദൈവം തൻ്റെ ഛായയിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശബ്ദവും മനുഷ്യൻ്റെ മുഖവും എന്ന് പറയുന്നത്. ആ സത്യം അത് പിന്നീട് നിങ്ങളത് പ്രചരിപ്പിക്കുവിനെന്നാണ് ഒരർത്ഥത്തിൽ. അതിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് ദൈവശാസ്ത്രത്തിൽ പറയുന്നത് എവിടെ നിന്നാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യമുണ്ട്. അതിന് പറയുന്നത് എക്സ് നീഹിലോ, ശൂന്യതയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. ഇന്നത് മറ്റൊരു രീതിയിൽ പറയുന്നത് എക്സ് സമോറെ, ഫ്രം ലവ് ഹി ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരെ സൃഷ്ടിച്ചത് സ്നേഹത്തിൽ നിന്നാണ്, ശൂന്യതയിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ്. ഈ സ്നേഹത്തിൻ്റെ സന്ദേശം നിങ്ങൾ അറിയിക്കുവിൻ. അതാണ് അടിസ്ഥാനപരമായിട്ട് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇന്ന് ഈ സ്നേഹത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നത് കൃത്രിമ ബുദ്ധിയോ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയോ ആയിത്തീരാനുള്ള ഒരു വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ലിയോ പാപ്പ സംസാരിക്കുന്നത് തൻ്റെ സന്ദേശത്തിൽ. AI വഴിയായിട്ട് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഒരുപാട് പേർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിനായിട്ട് സോമറ്റോ വഴിയായിട്ടോ സ്വിഗ്ഗി വഴിയായിട്ടോ ഓർഡർ ചെയ്താൽ മതി, 10 മിനിറ്റിന് ഉള്ളിൽ അവർ നമുക്ക് ഭക്ഷണം കൊണ്ടുതരും. പക്ഷെ ആര് കൊണ്ടുതരുന്നു? എന്താണ്? അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വെറും ഭക്ഷണം വാങ്ങിക്കുന്നവരായിട്ട് മാത്രമായി മാറുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു, AI ഉപയോഗിക്കുന്നു, നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നു. പക്ഷേ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയായിട്ട് അവിടെ ബാങ്കിലിരിക്കുന്ന ആരുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ ഓർഡർ കൊടുത്താൽ മതിയായി AI വഴിയായിട്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ മനുഷ്യരുടെ മുഖങ്ങളും മനുഷ്യരുടെ ശബ്ദവും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യതയുണ്ടെന്ന് പറയാനാണ് ഇപ്രകാരം ഒരു മാധ്യമ ദിനം കത്തോലിക്ക സഭ ആചരിക്കുന്നതെന്ന് ലിയോ പാപ്പ പറയാനായിട്ട് ശ്രമിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ബോംബെ ആർച്ച് ഡയസിസിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 10 പ്രമാണങ്ങൾ അവർ ഉണ്ടാക്കി ജനത്തിന് കൊടുക്കുകയുണ്ടായി. അതിൽ ചിലത് ഞാൻ വായിക്കാം. ഡു നോട്ട് അലൗ AI ടു അസ്യൂം യുവർ ഐഡൻറ്റിറ്റി. നിങ്ങളുടെ സ്വത്വത്തെ AI മാറ്റിമറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതില്ലാതാക്കി തീർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യു ഷാൽ നോട്ട് സ്പീക്ക് ടു AI ചാറ്റ് ബോക്സ്. ചിലപ്പോഴൊക്കെ ഞാനൊരു ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഉടനെ പറയും, വി വാണ്ട് ടു വെരിഫൈ വെദർ യു ആർ എ ബോട്ട്, റോബോട്ടാണോ അതോ മനുഷ്യനാണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് കിട്ടുകയുള്ളൂ. അത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. യു ഷാൽ നോട്ട് യൂസ് AI എവറി ടൈം യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. എനിക്കൊരു കത്തെഴുതണം. അപ്പോൾ കത്തെഴുതാൻ വേണ്ടി ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ് എഴുതണം. ഉടനെ AI സഹായം, എങ്ങനെയാണത് കത്തെഴുതേണ്ടത് അല്ലെങ്കിൽ ഈ ഗ്രീറ്റിംഗ് എഴുതേണ്ടത്? എൻ്റെ ജോലി അവസാനിച്ചു. യു ഷാൽ നോട്ട് ബി പവേർഡ് ബൈ AI ആൻഡ് യു ഷാൽ നോട്ട് ഗീവ് ദ പ്ലേസ് ഓഫ് ആർട്ടിസ്റ്റ് ടു AI. അങ്ങനെ കുറേ കാര്യങ്ങൾ. യു ഷാൽ നോട്ട് റിനൗൺസ് ക്രിയേറ്റിവിറ്റി. സർഗാത്മകത നിങ്ങൾ ഇല്ലാതാക്കി തീർക്കരുത്. AI പറഞ്ഞാൽ ഇതെല്ലാം നടന്നു കിട്ടും. യു ഷാൽ നോട്ട് ബറി യുവർ ടാലൻസ്. യു ഷാൽ നോട്ട് ബി ഏജൻസ് ഓഫ് മിസ്ട്രസ്റ്റ്, കൺഫ്യൂഷൻ. ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിടാനായിട്ട് വളരെ എളുപ്പം സാധിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്തായിത്തീരണം? കമ്മ്യൂണിക്കേഷൻ സ്നേഹത്തിൻ്റെ രൂപമായിട്ട് മാറേണ്ട ആവശ്യമുണ്ട്. സ്നേഹത്തിൻ്റെ രൂപമായി മാറുമ്പോൾ മാത്രമാണ് അത് സദ്വാർത്തയായി മാറുന്നത്. അപ്രകാരം ആയിത്തീരട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയുമാണ്. ഈ മിൽട്ടൺ അച്ഛൻ ഇവിടെ സെക്രട്ടറിയായി ഇരുന്നു കൊണ്ട്, KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് ഇരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിഭാവന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. 3 ദിവസമായിട്ട്
ഈ ചവിട്ടുനാടക ഫെസ്റ്റ് ഇവിടെ നടക്കുന്നു. നിങ്ങൾ വളരെ പേര് അത് ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുന്നു. എല്ലാവിധ നന്മകളും ആശംസകളും മിൽട്ടൺ എച്ചിന് നേരുകയാണ്. നമ്മുടെ മാധ്യമദിനം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയും. താങ്ക് യു ഫാദർ. എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രിയനായ MLA ആണ് ശ്രീ TJ വിനോദ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനു വേണ്ടി റവറൻഡ് ഡോക്ടർ ജേക്കബ് പ്രസാദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLA സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ റവറൻഡ് ഫാദർ ജേക്കബ് പ്രസാദ് അച്ച, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദരണീയനും ബഹുമാന്യനുമായ ജിജോ ജോൺ പുത്തേഴത്ത്, ഇവിടെ സ്വാഗതം ആശംസിച്ച റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടൺ അച്ച, അതുപോലെ തന്നെ വേദിയിലെ മറ്റ് ബഹുമാന്യനായ ശ്രീ എഡിസൺ ജി വർഗീസ് അടക്കമുള്ള സദസ്സിലിരിക്കുന്ന വൈദികരെ, സന്യാസിനിമാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസൗകര്യമുള്ള ഒരു ദിവസമാണ്. പക്ഷേ മിൽട്ടൺ അച്ഛൻ എന്നെ വളരെ നേരത്തെ തന്നെ ഈ പരിപാടി പറഞ്ഞതുകൊണ്ട് അതിൽ പങ്കെടുക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ KCBCയുടെ മീഡിയ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള 60ാമത് മാധ്യമ ദിനാഘോഷ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നു. തീർച്ചയായും കത്തോലിക്ക സഭ മാധ്യമ രംഗത്ത് നടത്തുന്ന ശ്രേഷ്ഠമായ ഇടപെടലിൻ്റെ ഏറ്റവും അനുകരണീയമായ ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് ഇത്തരമൊരു ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നിങ്ങൾ പലരും ഈ ചവിട്ടുനാടകം ആസ്വദിക്കാൻ വന്നവരാണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടൊരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമുക്കറിയാം, മാധ്യമരംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പ്രിൻ്റ് മീഡിയയും ദൃശ്യമീഡിയയും രണ്ടായി തരംതിരിച്ച് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എത്തിക്കുന്നതിനുകൊണ്ടുള്ള മത്സര സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. ഇന്നലകളിലുണ്ടായിരുന്നൊരു പത്രപ്രവർത്തന രീതിയല്ല എന്നുള്ളത്. പലപ്പോഴും പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പലപ്പോഴും അതിൻ്റെ കോർപ്പറേറ്റ് അധികാരികൾ തയ്യാറാകാതെ പോകുന്നു എന്നൊരു വെല്ലുവിളി നമ്മൾ നേരിടുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് പ്രിൻ്റ് മീഡിയ പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരമൊരു താല്പര്യം കുറഞ്ഞു വരുന്നൊരു സാമൂഹിക സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പത്രവായന പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസാദ് സൂചിപ്പിച്ചതുപോലെ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങളും വിരൽത്തുമ്പിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനും അതിലൂടെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ അറിവ് വരാനും കഴിയുന്ന രീതിയിൽ നമ്മുടെ മാധ്യമരംഗത്തെ പ്രവർത്തനം മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ നിരീക്ഷണം. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. തീർച്ചയായും അത്തരമൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള ആധികാരികമായി നമുക്ക് ശ്രീ ജിജോ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുകൂടി ഇത്തരമൊരു ദിനാഘോഷത്തിൻ്റെ പ്രാധാന്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പത്രമാധ്യമ രംഗത്ത് കത്തോലിക്ക സഭ നടത്തുന്ന ഇടപെടൽ, അതിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് പൊതുസമൂഹത്തിന് പകർന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരം സമ്മേളനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി മലയാള മനോരമ കൊച്ചി ബ്യൂറോ സീനിയർ കറസ്പോണ്ടന്റ് ശ്രീ ജിജോ ജോൺ പുത്തേഴ്ത്ത് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ചവിട്ടുനാടക സ്നേഹികളെ,
ബഹുമാന്യരായ അച്ഛന്മാരെ, പ്രിയപ്പെട്ട കന്യാശ്രീമാരെ, ബഹുമാന്യനായ വിനോദ് സാർ, സമ്പർക്ക മാധ്യമങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശത്തെ തുടർന്ന് കുറച്ചു നേരം മീഡിയ കമ്മീഷൻ്റെ ഈ വേദിയിൽ സമ്പർക്ക മാധ്യമങ്ങളും നിർമ്മിത ബുദ്ധിയും എന്ന വിഷയത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിന് എന്തുമാത്രം മാറ്റിമറിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഒരുപക്ഷെ മിൽട്ടൺ അച്ഛൻ അതെന്നോട് ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ ആ സർക്കുലർ ഞാൻ വായിക്കില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു മാനിഫെസ്റ്റോ പോലെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു മാർഗരേഖയാണ് പിതാവിൻ്റെ ആ സർക്കുലർ. സമ്പർക്ക മാധ്യമ പ്രവർത്തനത്തിനും എന്താണ് ചവിട്ടുനാടകമായുള്ള ബന്ധമെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം ചവിട്ടുനാടകം എന്ന കലയിൽ ഒരു സമ്പർക്ക കഥാകാരനുണ്ടായിരുന്നു, ഒരു സമ്പർക്ക കഥാപാത്രമുണ്ടായിരുന്നു. ആ കഥാപാത്രത്തെ കഴിഞ്ഞ 60 വർഷമായി നമ്മൾ വേദിയിൽ കാണുന്നില്ല. ആ സമ്പർക്ക കലാകാരൻ്റെ പേരാണ് കട്ടിയക്കാരൻ. വേദിയിൽ ബ്രിട്ടോ ആശാനും അദ്ദേഹത്തിൻ്റെ മുൻതലമുറയായിട്ടുള്ള ജോർജ് കുട്ടി ആശാനും അനീക്ക ആശാനുമൊക്കെ തട്ട് ചവിട്ടി പൊളിക്കുമ്പോൾ സദസ്സിൽ നമ്മളോടൊപ്പം ഇരുന്ന് എന്താണ് അവർ വേദിയിൽ ആടുന്നതിനെക്കുറിച്ച് സദസ്സിൻ്റെ പ്രതികരണം എന്ന് ചോദിച്ചറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സുകൊണ്ട് തൊട്ടറിഞ്ഞും വേദിയിലേക്ക് തിരിച്ച് ചുവട് വെച്ച് കയറി വന്ന്, ആശാനെ മൈക്കിലാണ് പറയുന്നത്, അന്ന് മൈക്കുണ്ടായിരുന്നില്ല, ഉച്ചത്തിലാണ് പറയുന്നത്, നമ്മൾക്ക് വേണ്ടിയാണ് പറയുന്നത്, കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, നടന്മാർക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് ആലോചിക്കണം കട്ടിയക്കാരൻ. ആശാനെ, ആ 4ാമത്തെ നിരയിലിരുന്ന റോസക്കുട്ടിത്താത്തയും ഒപ്പം വന്ന ദേവകി ചേർത്തിക്കും ആശാന്റെ ഇന്നത്തെ 8ാം ചുവടിനോട് അത്ര പൊരുത്തം പോരാ. അതിലെന്തോ ഒരു കവിത്വക്കുറവ്. ഇത് വേദിയിൽ നിന്ന് വിളിച്ചു പറയണം. ഇങ്ങനെ ചവിട്ടുനാടകം എന്ന ഈ സമ്പർക്ക കലാരൂപത്തിന് കത്തോലിക്ക സഭയുടെ, ക്രൈസ്തവതയുടെ സാധാരണക്കാരുമായി മതബോധനം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാവുന്ന വികാരങ്ങളോടെ, അവർക്ക് മനസ്സിലാവുന്ന കഥകളോടെ പറഞ്ഞു പഠിപ്പിച്ച ഒരു സമ്പർക്ക മാധ്യമം കൂടിയായിരുന്നു ചവിട്ടുനാടകം. ആ സമ്പർക്ക മാധ്യമത്തിൻ്റെ ഒരു ഫെസ്റ്റിവലിൽ പരിശുദ്ധ പാപ്പയുടെ ഈ വിശേഷപ്പെട്ട സർക്കുലറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മനുഷ്യ ശബ്ദത്തെയും മുഖത്തെയും സംരക്ഷിക്കുക എന്ന് ചോദിക്കുന്നത്. എന്താണ് ആ പ്രയോറിറ്റി, ആ മുൻഗണന? എന്തുകൊണ്ടാണ് അദ്ദേഹം മുഖത്തിനേക്കാൾ മുൻഗണന ശബ്ദത്തിന് കൊടുത്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധ പിതാവ് പാപ്പ മുഖത്തേക്കാൾ പ്രാധാന്യം ശബ്ദത്തിന് കൊടുത്തത്? അതിനൊരുത്തരമേ ഉള്ളൂ, വചനമാണ് മാംസമായി മാറിയത്. അത് മാത്രം, അത് തന്നെ. ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ, തൻ്റെ ശബ്ദത്തിൽ നിന്നെ സൃഷ്ടിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്ന ആ ശബ്ദവും ദൈവത്തിൻ്റെ ആ പ്രതിച്ഛായയും നഷ്ടപ്പെടുത്തുന്ന സമകാലികമായ ആധുനികമായ ഏത് മാധ്യമവും ക്രൈസ്തവതയുടെ മൂല്യങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പിതാവ് ഈ സർക്കിളിലൂടെ നമുക്ക് പറയുകയാണ്. പക്ഷെ അദ്ദേഹം തള്ളി പറയുന്നില്ല. ഇതൊരു തള്ളിക്കളയേണ്ട സമ്പർക്ക മാധ്യമ കാലവും ഒരു നിർമ്മിത ബുദ്ധികാലവുമാണെന്ന് അദ്ദേഹം പറയുന്നില്ല. നമ്മളതിനെ കൂടെ കൊണ്ട് നടക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെ കൂടെ കൊണ്ട് നടക്കണം അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ ഭരണാധികാരികൾ നമ്മളോട് പറഞ്ഞില്ലേ, കോവിഡിനെ കൂടെ കൊണ്ട് നടന്ന് ജീവിക്കാൻ പഠിക്കണം എന്ന്. അതുപോലെ നമ്മൾ AI കൂടെ കൊണ്ട് നടന്ന് ജീവിക്കാൻ പഠിക്കണം. എങ്ങനെയാണ് ഈ AI കാലത്ത് നമ്മുടെ തൊഴിലുകൾ സംരക്ഷിക്കുക, നമ്മുടെ കഴിവുകൾ സംരക്ഷിക്കുക, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക, നമ്മുടെ മക്കളെ സംരക്ഷിക്കുക, എങ്ങനെയാണ് മനുഷ്യനായി നിലനിൽക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും മികച്ച ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് പാസ്കൽ ബോർണറ്റ് എന്ന് പറയുന്ന സാങ്കേതിക വിദഗ്ധനും നരവംശാസ്ത്രജ്ഞനുമാണ്.
അദ്ദേഹം ഒന്നേ പറയുന്നുള്ളൂ, നിന്റെ തൊഴിലിൽ, നിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നീ തോൽപ്പിക്കപ്പെടാൻ പോകുന്ന, നിന്നെ തോൽപ്പിക്കുന്നത് ഒരിക്കലും ആയിരിക്കില്ല, ഒരിക്കലും നിർമ്മിത ബുദ്ധിയായിരിക്കില്ല നിന്നെ തോൽപ്പിക്കാൻ പോകും. നിന്നെ തോൽപ്പിക്കാൻ പോകുന്നത് ഈ AI നിന്നേക്കാൾ നന്നായി ഉപയോഗിക്കുന്ന നിന്റെ കൂട്ടുകാരനും നിന്റെ സഹപ്രവർത്തകനും നിന്റെ കുടുംബാംഗവുമായിരിക്കും എന്നാണ് ബോർണറ്റ് നമുക്ക് മുന്നറിയിപ്പ് വരുന്നത്. ഇത് കൊണ്ടു നടക്കുക എന്നേ ഉള്ളൂ, കൊണ്ടു നടക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ മൊബൈൽ ഫോൺ നമ്മളുടെ എന്തെല്ലാം വിവരങ്ങളാണ് ചോർത്തിയെടുക്കുന്നത്. ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടി എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഫോൺ എടുത്ത് വെച്ച് ഞങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് ഈ മുടി കൊഴിച്ചിലിനെ കുറിച്ച് സംസാരിക്കുക. പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരുടെയും ഫോണിൽ വരുന്നത് മുഴുവനും മുടി കൊഴിച്ചിൽ തടയാനുള്ള മരുന്നുകളുടെ പരസ്യങ്ങളാണ്. ഈ രീതിയിൽ നമ്മുടെ കിടപ്പറയിൽ നിന്ന് പോലും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു സംവിധാനം. ഈ സംവിധാനം നല്ലതിനാണോ ചീത്തതിനാണോ എന്ന് ചോദിച്ചാൽ അത് നല്ലതിനാണ് എന്ന് തന്നെയാണ് പാപ്പ പറയുന്നത്. എങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾക്കൊരു നിയന്ത്രണമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലാവണം. എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടതെന്ന് കൃതി സനൻ എന്ന് പറയുന്ന നമ്മളുടെ ഒരു മികച്ച നടിയുണ്ടല്ലോ, അവരുടെ ഒരു സിനിമയുണ്ട്, അതൊന്ന് കാണണം. തേരേ ബാത്തേം അങ്ങനെ ഒരു പേരാണ്, കൃതി സനൻ്റെ പേരാണ്. ഞാൻ ആ സിനിമ കണ്ടാണ്, നീണ്ട സിനിമ, ഹിന്ദി പേരായതുകൊണ്ട് എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവരൊരു ഹ്യൂമനോയിഡാണ്, ഒരു ഹ്യൂമൻ റോബോട്ടായിട്ടാണ് വരുന്നത്. അതുപോലെ നെഹർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമ ഒരു മൊബൈൽ അസിസ്റ്റിനോട് സംസാരിച്ച് തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വിവാഹമോചിതയായ പങ്കാളിയുടെ കുറവ് തീർക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരനായ കഥാനായകൻ ഒടുവിൽ ആ ശബ്ദത്തോട്, ആ അശരീരിയോട് പ്രണയത്തിലാവുന്നതും ആ അശരീരിക്കൊരു ശരീരമില്ലല്ലോ എന്നുള്ള വേവലാതിയിൽ ഒരു ഭ്രാന്തനായി മാറുന്നതുമാണ് ഹെർ എന്ന ആ സിനിമയുടെ കഥ. നമ്മളുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും എന്തിനുമെല്ലാം അതിൻ്റെ ചില ഛായക കാണിക്കുന്ന കഥകൾ നമ്മളോട് പറഞ്ഞതാണ്. ഏതായാലും ഖുർആനിലും പറയുന്നുണ്ട്, നിന്റെ ദൈവം അവൻ്റെ മുഖഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ സംസാരിക്കാൻ പഠിപ്പിച്ചു എന്നാണ് ആ സൂറത്തിൽ പറയുന്നത്. സംസാരിക്കാൻ പഠിപ്പിച്ചു എന്നാണ്. ഈ സംസാരിക്കാൻ ദൈവം പഠിപ്പിച്ചതാണ് ഏറ്റവും വലിയ മഹനീയമായ വരം എന്ന് ഖുർആനിൽ പറയുന്നു. വചനം മാംസമായി എന്ന് മറ്റൊരു തലത്തിൽ, മറ്റൊരു അർത്ഥത്തിൽ ബൈബിൾ നമ്മളോട് പറയുന്നു. മനുഷ്യൻ സംസാരിക്കുമ്പോൾ അതെങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് അതിന് നല്ല ഉദാഹരണം നമ്മളുടെ വിനോദ് സാർ. ഒരു രാഷ്ട്രീയ പ്രസംഗകന്റെ ഒരു അട്ടഹാസങ്ങളോ വെല്ലുവിളികളോ ഒന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേൾക്കാറില്ല. ഋഗ്വേദമാണ് പറയുന്നത്, ആരാണ് നല്ല വാഗ്മി? മിതഞ്ച സാരഞ്ച വജോതി വാഗ്മിത, മിതമായും സാരമായും സംസാരിക്കുന്നവരാണ് വാഗ്മി. അത്തരത്തിലുള്ള ഒരു മിതത്വം, അത്തരത്തിലുള്ള സാരമായ കാര്യങ്ങൾ പറയാനുള്ള നമ്മളുടെ ശേഷി, അതിനെ മറികടക്കാൻ ഒരു AIക്കും പറ്റില്ല. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുനിന്ന് ഞാൻ വായിക്കണം നിങ്ങളുടെ വികാരം. ഞാൻ അധിക പ്രസംഗം പറയുന്നുണ്ടോ? ചവിട്ടുനാടകത്തിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞ് ഈ ചൂടത്ത് മേക്കപ്പിട്ട് പുറത്തിരിക്കുന്ന കലാകാരന്മാർ, ആ കലാകാരന്മാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഈ സമ്മേളനം നീണ്ടുപോകുന്നുണ്ടോ എന്ന്, അതിൽ നിങ്ങൾക്ക് അലോസരമുണ്ടോ എന്ന് എനിക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ഒരു AIക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ സമീപ ഭാവിയിൽ ചിലപ്പോൾ അതിന് സാധിച്ചേക്കും എന്നാ പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെ നടത്തുന്നു എന്ന് വെക്കുക. ഒരു രാഷ്ട്രീയ നായകൻ, AI അസിസ്റ്റൻ്റുള്ള 2 ക്യാമറ മതി ഈ സദസ്സിലേക്ക് മുഖം നോക്കി ഇരിക്കുന്ന. അതിനുശേഷം ആ പ്രസംഗത്തിൻ്റെ ആശയങ്ങളോട്, ആ പ്രസംഗത്തിൽ ആ രാഷ്ട്രീയക്കാരൻ മുന്നോട്ട് വെച്ച വാദങ്ങളോട് എന്തായിരുന്നു ആ സദസ്സിൻ്റെ പ്രതികരണമെന്ന് മൈന്യൂട്ടായിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള വൈകാരിക പ്രതികരണങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത് അവസാനം അതൊരു ഡാറ്റ അനാലിറ്റിക്സായി ആ രാഷ്ട്രീയക്കാരന് കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സാങ്കേതിക വിദ്യ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രീയത്തെയും പുനർനിർവചിക്കും. അത്തരത്തിലുള്ള ഒരു പുനർനിർവചനത്തിൻ്റെ സാക്ഷിയായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. വിനോദ് സാറിന് എഴുതിക്കൊണ്ട് തന്നെ പറയട്ടെ, ഡാറ്റ അനാലിസിസ് എന്ന ഒരു ഉപകരണം, ഒരു ടൂൾ, ഒരു AI ടൂൾ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ 100 സീറ്റിലധികം എന്ന് പ്രതിപക്ഷ നേതാവിന് പ്രവചിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അത്തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു, പറഞ്ഞാൽ നീണ്ടുപോകും. ഏതായാലും എല്ലാവരും ഇൻ്റർനെറ്റിൽ നിന്ന് പരിശുദ്ധ പിതാവിൻ്റെ ആ സർക്കുലർ
എങ്ങനെയാണ് നമ്മൾ ഈ സാങ്കേതിക വിദ്യയെ ഇക്കാലത്ത് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ, നമ്മുടെ മുഖങ്ങൾ സംരക്ഷിക്കാൻ, നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്നുള്ളതിൻ്റെ ഒരു മാനിഫെസ്റ്റോ കൂടിയാണ് അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് നേരെ എടുത്ത് നമ്മൾ അത് വായിച്ചിട്ട്, ഞാൻ 4 തവണ വായിച്ചിട്ടും എനിക്കത് മുഴുവനായിട്ട് പിടിയിട്ടില്ല. അവസാനം നമ്മളുടെ മാതൃഭാഷയിൽ വായിക്കാമെന്ന് കരുതി ഞാനതൊരു അവസാനം ഈ AI തന്നെ ഉപയോഗപ്പെടുത്തി ഒരു ചാറ്റ് ബോട്ടിന് ഇട്ട് കൊടുത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ച് അത് വായിച്ച് മനസ്സിലാക്കി. ഇവിടെ വന്ന് ഞാൻ എന്ത് പറയണം എന്ന് തീരുമാനിച്ചത് ഒരു AI സഹായത്തോടെയായിരുന്നു. ഇവിടെ വന്ന് ചവിട്ടുനാടക വേദിയാണല്ലോ എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ആ തീരുമാനം മുഴുവൻ ഞാൻ മാറ്റി. ആ ചാറ്റ് ബോട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ട, പകരം 2 വാക്ക് നമ്മുടെ പ്രാണകലയായ ചവിട്ടുനാടകത്തെക്കുറിച്ച് പറയാം, അതിലെ ഘടിയക്കാരനെന്നുള്ള സമ്പർക്ക കലാകാരനെ കുറിച്ച് പറയാം, പരിശുദ്ധ ബാപ്പയുടെ സർക്കുലറിനെ കുറിച്ച് പറയാം എന്ന് മാത്രം കരുതി എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു വന്ന പ്രസംഗം ഞാൻ എഡിറ്റ് ചെയ്തു. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അച്ഛന് പ്രത്യേകം നന്ദി. അച്ഛൻ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ പാപ്പയുടെ ആ സർക്കുലർ ഞാൻ വായിക്കില്ലായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാം വായിക്കേണ്ട മറ്റൊരു പുസ്തകം കൂടി പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പാസ്കൽ ബോർനെറ്റിൻ്റെ പുസ്തകമാണ്. നമ്മൾ കുട്ടികൾക്കും അത് വാങ്ങിക്കൊടുക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതാണത്, ഇറിപ്ലേസബിൾ എന്ന മനുഷ്യൻ എങ്ങനെ ഒഴിച്ചുകൂടാനാവാത്തവനാകാം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയായി, ഒരു ജീവിയായി എങ്ങനെ മനുഷ്യന് ഈ ലോകത്ത് തുടരാൻ കഴിയും എന്നാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. ഇറിപ്ലേസബിൾ, ദ ആർട്ട് ഓഫ് സ്റ്റാൻഡിങ് ഔട്ട് ഇൻ ദ ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു പുസ്തകമാണത്. നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയും പാപ്പ പറഞ്ഞതുപോലെ നമ്മുടെ മുഖങ്ങളും നമ്മുടെ ശബ്ദവും സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു മാർഗരേഖ കൂടിയാണ്, കൈപ്പുസ്തകം കൂടിയാണ് പാസ്കൽ ബോർനെറ്റ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞതാണ് 4 പേജുകളിൽ പാപ്പ ചുരുക്കി നമ്മളോട് അദ്ദേഹത്തിൻ്റെ സർക്കുലറിൽ പറയുന്നത്. ഇന്ന് പല പള്ളികളിലും ചിലപ്പോൾ അത് വായിച്ചു കാണും. അത് വായിക്കാൻ അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതിയത് ഒരു ജനുവരി 24 ആ ജനുവരി 24 സെയിൻറ്റ് ഫ്രാൻസിസ് ഡെ സെയിലിൻ്റെ ദിനമാണ്. അദ്ദേഹമാണ് മാധ്യമപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും പുണ്യവാളൻ. ആ വിവരം പോലും എന്നെപ്പോലുള്ള ഞാനായ ഒരു വിവരദോഷിയായ പത്രപ്രവർത്തകൻ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ കരുതിയത് ഈ ഫ്രാൻസിസ് ഡി സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോഡ്വേയിലെ ഒരു സ്റ്റേഷനറി കടയാണെന്നാണ്. അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ മാനങ്ങളിലുള്ള ഒരു മനുഷ്യൻ, ഒരു പുണ്യവാളൻ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതും ഒരു പുതിയ അറിവായിരുന്നു. അതിനും കാരണക്കാരനായത് പാപ്പയാണ്, പാപ്പയുടെ സർക്കുലറാണ്. നിങ്ങൾക്കും ഒരുപാട് പുതിയ ബോധ്യങ്ങൾ ആ സർക്കുലറിൽ നിന്ന് കിട്ടും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും മികച്ച ഒരു ചവിട്ടുനാടക രാത്രി ആശംസിക്കുന്നു. താങ്ക് യു സർ. നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി KCBC മീഡിയ കമ്മീഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ എഡിസൺ ജി വർഗീസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട JK പ്രസാദ് അച്ഛ, എറണാകുളത്തിൻ്റെ MLA TJ വിനോദ് സർ, സ്നേഹിതനും സുഹൃത്തുമായ ജിജോ ജോൺ പുത്തേഴത്ത്, സെബാസ്റ്റ്യൻ അച്ഛ, എന്നെ ശ്രവിക്കുന്ന ഏവരുമേ, ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും ഞാനില്ല. കാര്യം വേറൊന്നുമില്ല, നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത് ജിജോ ജോൺ പറഞ്ഞതുപോലെ ചവിട്ടുനാടകം കാണുക എന്നുള്ളതിലേക്കാണ്. കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇവിടെ നല്ലൊരു പ്രസംഗം, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കാഴ്ചവെച്ച റവറൻഡ് ഡോക്ടർ JK പ്രസാദ് അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹാർദ്ദമായി നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി നല്ലൊരു ഉദ്ഘാടന പ്രസംഗം നടത്തി ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ച എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട MLA TJ വിനോദ് സാറിന് നിങ്ങളെ ഓരോരുത്തരുടെയും പേരിൽ KCBC മാധ്യമ കമ്മീഷൻ്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും പ്രകാശിപ്പിക്കുകയാണ്. ജിജോ ജോൺ പുത്തേഴത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത് പലതിനോടും എനിക്കും ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. പക്ഷേ ഇതിനൊന്നും പറ്റിയ സമയമല്ല. AI-യും ChatGPT-യും ഒക്കെ നോക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ സമയത്ത് സഭ എന്താണ് നമ്മളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ജിജോ ജോണിന് പ്രത്യേകിച്ച് മാധ്യമ കമ്മീഷൻ്റെ പേരിൽ നിങ്ങളെ ഓരോരുത്തരുടെയും പേരിൽ നന്ദിയും കൃതജ്ഞതയും പ്രകാശിപ്പിക്കുകയാണ്.
സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ കമ്മീഷന് വേണ്ടി ഒരു നന്ദി പറയാണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ഔപചാരികയുടെ പേരിൽ അച്ഛന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദിയും കൃതജ്ഞതയും പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് മീഡിയ കമ്മീഷൻ്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. 60ാമത് ആഗോള സാമൂഹിക സമ്പർക്ക മാധ്യമ ദിനത്തിന്റെ ഈ ഔദ്യോഗിക മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.